ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു വചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം ദൈവത്തിന് 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുകയാണ്, കേൾക്കുന്നവർക്ക് ഹല്ലേലൂയ കൃപ ലഭിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനവിനായി ദൈവത്തിന് സ്തോത്രം. വചനം പറയുക, ആത്മീയ വർധനവ് വരുത്തുന്ന വാക്ക് വേണം നമ്മുടെ വായിൽ നിന്ന് നമുക്ക് കടന്നു വരുവാനെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവർ, എന്താ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അതിൽ 239-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ എൻ്റെ വഴികളെ ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വഴികളെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയുക, നാവ് കൊണ്ട് പാപം ചെയ്യാൻ ദുഷ്ടൻ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നെ നോട്ടമിട്ടിരിക്കുക. ഹല്ലേലൂയ. വാക്കിൽ എന്നെ കൊടുക്കുവാൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വചനം എന്തുവാ പറയുന്നത്? നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെന്ന വാക്കുകൾ കൊണ്ട് കുടുക്കി നമ്മുടെ പാപത്തിലേക്ക് വഴിതിരിപ്പിക്കുവാൻ ദുഷ്ടൻ പദ്ധതിയിടുമ്പോൾ ദൈവവചനം പറയുന്നു, നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കത് തീരുമാനമെടുക്കുവാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, ദുഷ്ടനായ എൻ്റെ മുൻപിലിരിക്കുന്നത്, എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് കാക്കും. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവത്തിന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ തകർത്ത് കളയുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ദുഷ്ടൻ പദ്ധതിയിടുമ്പോൾ നമ്മുടെ വായെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. ഇവിടെ അതാ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ആകാത്ത വാക്കുകളൊന്നും നമ്മുടെ വായിൽ, നമ്മുടെ സംസാരം നാം എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, വചനത്തിന് മുമ്പിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണമെന്ന്. നാവ് വലിയ ചെറിയ അവയവമെങ്കിലും വലിയ തീ കത്തിക്കുന്നെന്നോ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മെ ഒന്ന് ശോധന ചെയ്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആത്മീയ വർധനവിനായി നല്ല വാക്കല്ലാതെ ദൈവത്തിന് സ്തോത്രം ആത്മീയ വർധനവ് വരുന്ന വാക്കുകൾ നമുക്ക് സംസാരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത് കൊലോസ്യ ലേഖനത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം എന്തോ അവിടെ പറയുന്ന 16 മുതൽ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീനെന്ന ദൈവം. നമ്മളെന്ത് പറഞ്ഞാലും വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മളിൽ എപ്പോഴും ഹല്ലേലൂയ ആ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീക ഗീതങ്ങളും നമ്മളിൽ നിന്ന് വരട്ടെ. തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണമെന്ന് പാടി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. പ്രിയമുള്ളവരെ, അതിൻ്റെ മേളിലുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യനെ
ക്ഷമിക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീനെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണം? വാക്കിനാലോ ക്രിയ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന്. നാമത്തിൽ ദുഷ്ടൻ നമ്മുടെ മുൻപിലുണ്ട് പ്രിയമുള്ള. നമ്മളെ തകർത്ത് കളയാൻ അവൻ നോക്കും, അല്ലെങ്കിൽ വാക്കിൽ കുടുക്കി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ഒരിടത്തും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണമെന്നാണ് നിങ്ങളുടെ വാക്ക്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതിൻ്റെ 25 മുതൽ ഈ എപ്പേസ് ലേഖനം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഏതാണ്ട് 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് അറിയണം. ദുഷ്ടൻ കടന്നു വന്ന് നമ്മളെ കൊടുക്കുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നോ ദൈവം ആരെന്ന് നമ്മൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. അതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ. ദൈവം നമ്മുടെ സംസാരം എപ്രകാരം ഈ അധ്യായത്തിൽ തന്നെ, ഈ ദൈവത്തിന് സ്തോത്രം, ഈ 4-ാം അധ്യായത്തിൽ തന്നെ എഫേസ്യയിലെ 4-ാം അധ്യായം 1-ാം വാക്യമായി നടപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. കർത്തൃസ്നേഹ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സാമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യനെയും പൊറുക്കുകയും ചെയ്യണമെന്നും. അതാ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നടപ്പിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എപ്രകാരമായിരിക്കണമെന്ന്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കണമെന്ന്. ദീർഘക്ഷമയോടും ഒരു ദൈവ പൈതലിന് വേണ്ടതായ ഏറ്റവും നല്ല കാര്യമാണ് പ്രിയമുള്ളവർ ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യം, നമ്മളെ എപ്രകാരം ആ തമ്പുരാൻ വിളിച്ചിരിക്കുന്നതെന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ വിളിച്ചവൻ എൻ്റെ കർത്താവ്. ആ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും എന്നിൽ നിന്ന് ഉണ്ടാകരുതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, എന്നെ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് ഇഷ്ടമില്ലാത്ത സംസാരം, ഇഷ്ടമില്ലാത്ത പ്രവൃത്തി നടപ്പെൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഹല്ലേലൂയ. അത് ശോധന ചെയ്തവന് മുന്നേറുവാൻ സ്വർഗ്ഗമേ ഇടയാക്കണമേ എന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ദൈവം ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ മാനിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മളെ കരുതുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, മാനിക്കും. നമ്മളെ ദേശത്ത് ഉയർത്തും. നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സംസാരം, നമ്മുടെ നടപ്പ് നമ്മളെപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളെ ദൈവത്തിൻ്റെ കൊലോസ്യ ലേഖനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയയിലോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും ചെയ്യണം. എന്നാൽ മാത്രമേ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ, നമ്മളെ മാനിക്കത്തുള്ളൂ, നമ്മളെ ഉയർത്തത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനത്തിന് മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ്, രാവിലെ സമയം എൻ്റെ കാലിൽ പ്രിയപ്പെട്ടവരുമായി അല്പസമയം വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗ്ഗമാണ് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും എല്ലാവരുടെ മേലും സ്വർഗ്ഗം പകരണം. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.